ഇന്നലെ സോഫിയ ഖുറേഷിയെ പറ്റിയിട്ട് ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ താഴെ അതിലൊരു കമന്റ് എന്നെ ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്തു. ആ കമന്റ് ഇങ്ങനെയാണ്: ഇവൾ മുസ്ലിം ആണോ, ഇവിടെയും ഫെമിനിസം തുടങ്ങിയോ, ഇങ്ങനെയൊക്കെയാണ് അതിൽ കമന്റ് ഉണ്ടായിരുന്നത്. ഇവിടെ ഇത്രയും പ്രശ്നങ്ങൾ നടക്കുമ്പോൾ ഒരാളുടെ അടുത്ത് കൂട്ടുകൂടുന്നതും സംസാരിക്കുന്നതും ഏതാ മതം എന്ന് ചോദിച്ചിട്ടാണോ? സോഫിയ ഖുറേഷിക്ക് മതമില്ല, രാഷ്ട്രീയമില്ല, എന്നിട്ടും ആൾക്കാർ അവരെ കാണുന്നത് അവരുടെ പേര്, ജാതി, വാക്ക് ഇതൊക്കെ നോക്കിയിട്ട് ഇപ്പോഴും പിണങ്ങി ജീവിക്കുന്നവര് നമ്മുടെ നാട്ടിൽ വളരെ കൂടുതലാണ്. ഇവിടെ നമ്മുടെ നാട്ടിലെ പെൺകുട്ടികളെ വീട്ടിൽ ഇരുത്തുമ്പോൾ അവിടെ സോഫിയ ഖുറേഷി ഏറ്റവും മോൾത്തട്ട് കയറിയിട്ട് പാകിസ്ഥാൻ യുദ്ധം കണ്ട ഒരു സ്ത്രീയാണ്. കനത്ത ബൂട്ടിലൂടെയും ആർമിയുടെ പവറിലൂടെയും പാകിസ്ഥാനെ തിരിച്ചടിക്കുന്ന സോഫിയ ഖുറേഷിയെ ന്യായീകരിക്കാൻ കേരളത്തിലെ ഇവിടെ ഒരു ഫെമിനിസ്റ്റുകൾക്കും ഒരു അവകാശവുമില്ല, അധികാരവും ഇല്ല. കനത്ത ബൂട്ടിലൂടെയും ആർമി ക്യാപ്പിലൂടെയും സിന്ദൂര ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് ഇവിടെ നടക്കുന്ന ഫെമിനിസ്റ്റുകൾക്ക് സോഫിയ ഖുറേഷിയോട് സംസാരിക്കാനുള്ള ഒരു അവകാശം പോലും ഇല്ല. സോഫിയ ഖുറേഷിയുടെ പ്രതീക്ഷകൾ, അവരുടെ ജീവിതം ഇതൊന്നും ഫേസ്ബുക്ക് പോസ്റ്റ് അല്ല. സോഫിയ ഖുറേഷി ഹെഡ് സ്കാർഫ് അയച്ചു ധരിച്ചാൽ അത് മതവിരുദ്ധതയല്ല. ഒരു ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം പോസ്റ്റിലൂടെ കിട്ടുന്ന ലൈക്കുകൾക്ക് വേണ്ടി മാത്രം ഹിജാബ് അയച്ചു കളഞ്ഞിട്ട് അതിനെതിരെ വാചാലരാവുന്ന ഫെമിനിസ്റ്റുകളെ പോലെ അല്ല സോഫിയ ഖുറേഷി. ഇവിടെ നമ്മുടെ നാട്ടിലൊരു പെൺകുട്ടി നല്ല ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് മേക്കപ്പ് ഒക്കെ ഇട്ട് ഒരു മൊബൈൽ വെച്ചിട്ട് അതിൽ സെൽഫി ക്യാമറയിലൂടെ ഒരു ഡാൻസ് കളിച്ച ഇഷ്ടം പോലെ ലൈക്സും ഷെയറും എല്ലാം വന്ന് അവര് ഒരു സെലിബ്രിറ്റി ആക്കണ ഒരു പതിവ് ഇപ്പൊ വളരെ കൂടുതലാണ്. പക്ഷെ സോഫിയെ കാണുമ്പോൾ അവൾ ആരാണ് ഷെയർ ചെയ്തത്? അവളുടെ യഥാർത്ഥ പോരാട്ടം ആരാണ് കണ്ടത്? ഫേസ്ബുക്കിൽ ലിംഗസമത്വം തേടുന്നവരെ ആരും തന്നെ സോഫിയ ഖുറേഷിയെ സെലിബ്രേറ്റ് ചെയ്തത് പോലുമില്ല, അനുമോദിക്കുകയും കൂടി ചെയ്തിട്ടില്ല. സോഫിയ ഖുറേഷി യുദ്ധഭൂമിയിൽ ആർമി ബ്രിഗേഡിയർ ആയിട്ട് ജീവിക്കുന്നു, ഇന്ത്യക്ക് വേണ്ടി പോരാടുന്നു. നമ്മുടെ ഇവിടുത്തെ ഫേമസ് ഫെമിനിസ്റ്റുകൾ അപ്പാവികളുടെ നേരെ കേസ് കൊടുക്കുന്നു, കമന്റ് ബോക്സിൽ നിന്ന് പോരാടുന്നു. സോഫിയ ഖുറേഷിയെ പോലെയുള്ള സ്ത്രീകളെയാണ് നമ്മൾ ആദരിക്കേണ്ടതും അങ്ങനെയുള്ള ഒരു സ്ത്രീ ഉണ്ട് എന്നുള്ള രീതിയിൽ വേണം നമ്മൾ ഇന്ത്യ അഭിമാനിക്കാൻ വേണ്ടിയിട്ട്. അല്ലാണ്ട് PR വർക്കിന് വേണ്ടിയിട്ട് മാത്രം ഫെമിനിസ്റ്റുകളായിട്ട് അവരുടെ പേരും പ്രശസ്തിയും കൂട്ടിയവരെ എല്ലാം നമ്മൾ ആദരിക്കേണ്ടതും അഭിമാനിക്കേണ്ടതും. ഞാൻ പറഞ്ഞു വന്ന വിഷയം മാറിപ്പോയി. ഈ കമന്റ് ഇട്ടത് ആക്ച്വലി ഫേമസ് ആയിട്ടുള്ള ഒരു ഫെമിനിസ്റ്റ് ആണ്. അവരുടെ മനസ്സിൽ ഒരു ജാതി ചിന്തയുള്ളതും കൊണ്ടാണ് അവരെ ആ കമന്റ് ഇടാൻ പ്രേരിപ്പിച്ചത്. അത് ആരാണ് എന്താണെന്ന് ഒന്നും ഞാൻ പറയുന്നില്ല. ആ കമന്റ് ഞാൻ ആക്ച്വലി സ്ക്രീൻഷോട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. കുറെ കഴിഞ്ഞ് നോക്കിയപ്പോൾ ആ കമന്റ് അവർ ഡിലീറ്റ് ആക്കിയിട്ടുമുണ്ട്. ഇന്ത്യയെ മാറ്റാൻ ഇതുപോലെ സൈനിക ബൂട്ട് മതി. അവിടെ മതവിദ്വേഷം അല്ല പരത്തേണ്ടത്. സോഫിയ എന്നതൊരു പേരല്ല, അതൊരു പ്രസ്ഥാനമാണ്. അത് ഇന്ന മതത്തിലാണ് എന്ന് പറഞ്ഞിട്ട് ആരും അഹങ്കരിക്കാനും പാടില്ല.